സ്പോട്ട് ലൈവ് തുടരുന്നു. കർണാടക ഷിരൂരിലെ ഗംഗാവലിപ്പുഴയിൽ നടത്തിയ തിരച്ചിലിൽ ലോറി കണ്ടെത്തി. ന്യൂസ് 18 ഈ വാർത്ത ആദ്യം പുറത്തുവിട്ടത്. ഇത് അർജുന്റെ ലോറി തന്നെയാണോ എന്ന സ്ഥിരീകരണമാണ് ഇനി ആവശ്യം. തലകീഴായി മറിഞ്ഞ നിലയിലാണ് അവിടെ ഒരു ലോറി ഉള്ളത്. മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേ നടത്തിയ തിരച്ചിലിലാണ് അവിടെ ഒരു ലോറി കണ്ടെത്തിയത്. അവിടെ നിന്ന് KV ബൈജു നമുക്കൊപ്പം ചേരും. KV ബൈജു, ഈ ലോറി, അങ്ങനെ ഒരു ലോറി അതിനടിത്തട്ടിലുണ്ട് എന്ന് മാൽപേ അവിടെ നിന്ന് കണ്ടെത്തുന്നു. ബൈജുവാണ് അതാദ്യം പുറത്ത് വിടുകയും ചെയ്യുന്നത്. ഈ ലോറി അർജുൻ സഞ്ചരിച്ച ലോറിയാണോ എന്ന സ്ഥിരീകരണം വരേണ്ടതുണ്ട്. പക്ഷേ ഒരു ആശ്വാസത്തിൻ്റെ വാക്കുകൾ ആണ് അവിടെ നിന്ന് വന്നിട്ടുള്ളത്. എത്ര സമയം കൊണ്ട് നമുക്കിത് പൂർണ്ണമായി സ്ഥിരീകരിക്കാനാകും? തീർച്ചയായും മനു ഭരത്, ഈ ലോറി കണ്ടെത്തി എന്ന വാർത്ത ആദ്യം ന്യൂസ് 18 പുറത്തുവിടുന്നു. ഇപ്പോഴും ഇത് അർജുന്റെ ലോറിയാണോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. അതുതന്നെയാണ് അല്പസമയം മുമ്പ് സതീഷ് സെൽ MLA വ്യക്തമാക്കിയത്. എന്തായാലും അദ്ദേഹം ഈ ലോറിയുടെ ടയർ കണ്ടെത്തിയെന്ന ഒരു സ്ഥിരീകരണം അദ്ദേഹം നൽകിയിട്ടുണ്ട്. എന്തായാലും മനു ഭരത് ചോദിച്ചതുപോലെ തന്നെ അല്പസമയത്തിനകം നമുക്ക് ഇതിനൊരു സ്ഥിരീകരണം ലഭിക്കും. കാരണം ഇപ്പോൾ അണ്ടർഗ്രൗണ്ട് ക്യാമറയുമായി മാൽപേ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ പോകാം. ആ ദൃശ്യങ്ങൾ കൃത്യമായി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും എല്ലാ ഉദ്യോഗസ്ഥരും, അതായത് കലക്ടറും SP-യും MLA ഉൾപ്പെടെയുള്ള എല്ലാ ഉദ്യോഗസ്ഥരും ഇപ്പോൾ ഈ വിവരം അറിഞ്ഞ് ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും നമ്മളാണ് ഒരുപക്ഷെ ആദ്യത്തെ നമ്മുടെ അർജുന്റെ ലോറി കണ്ടെത്തിയെന്ന ഒരു വാർത്ത നൽകിയ അതേ സ്ഥലത്ത് വെച്ച് ഇപ്പോൾ ഈ തലകീഴായി തന്നെ, അന്ന് നൽകിയ അതേ വിവരം അനുസരിച്ചുള്ള തലകീഴായി തന്നെ ലോറി ഇപ്പോൾ കണ്ടെത്തിയെന്ന ഏറ്റവും ശുഭകരമായ വാർത്തയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. എന്തായാലും ഇനി നമുക്കറിയേണ്ടത് അത് നമ്മുടെ അർജുന്റെ ലോറിയാണോ എന്നതാണ്. ഏതായാലും സതീഷ് സെൽ MLA വ്യക്തമാക്കുന്നത് ഏത് സംവിധാനങ്ങളൊക്കെ ഉപയോഗിക്കും ഈ ലോറി പുറത്തേക്കെടുക്കാൻ എന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഇതുവരെ ആയിട്ടില്ല. അതിനായി ഇപ്പോൾ ഡ്രഡ്ജിംഗിന്റെ പ്രവൃത്തികളൊക്കെ ഇപ്പോൾ നിർത്തിവെച്ചിട്ടുണ്ട്. ഇനി ഈ ലോറി പുറത്തേക്ക് എടുക്കാനുള്ള ശ്രമമാണ് ഇനി ഉണ്ടാവുന്നത്. അതിനു മുൻപ് തന്നെ ഏത് ലോറിയാണെന്നത് സംബന്ധിച്ച് അല്പസമയത്തിനകം തന്നെ സ്ഥിരീകരണം ലഭിക്കും. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റേതെങ്കിലും ലോറി ഇത്തരത്തിൽ ഈ പുഴയിൽ പതിച്ചതായി ഏതെങ്കിലും തരത്തിൽ ഒരു വിവരം ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് അർജുന്റെ ലോറിയാകാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നത്. പക്ഷേ അതിന് ഒരു സ്ഥിരീകരണം നൽകാൻ MLA ഇപ്പോൾ തയ്യാറായിട്ടില്ല. എന്തായാലും മനാഫ് ഉൾപ്പെടെ വ്യക്തമാക്കുന്നത് ഈ ലോറി അർജുന്റേതാകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് തന്നെയാണ്. എന്തായാലും ഈ വളരെ നിർണായകമായ മണിക്കൂറുകളിലാണ് ശിരൂർ, അതായത് ഗംഗാവലിപ്പുഴ ഈ കടന്നു പോകുന്നത്. ഇന്ന് അർജുന്റെ സഹോദരി അഞ്ജു ഉൾപ്പെടെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരുടെയൊക്കെ സാന്നിധ്യം ഇവിടെയുണ്ട്. ആ സമയത്താണ് ഇത്തരത്തിൽ തൽക്കാലം ഒരു ആശ്വാസമായ ഒരു വാർത്ത എന്ന് പറയാം. പക്ഷേ ഒരു സ്ഥിരീകരണം ലഭിക്കേണ്ടതുണ്ട്. അപ്പോഴും ഈ ലോറി ഏത് അവസ്ഥയിലാണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തായാലും ടയർ ഭാഗം മാത്രമാണ് ഇപ്പോൾ കണ്ടത്. മാൽപേ നടത്തിയ തെരച്ചിലാണ് ഇതിൽ ഏറ്റവും പ്രധാനം. മാൽപേക്ക് ഇന്ന് തെരച്ചിൽ നടത്താൻ അനുമതി ഉണ്ടായിരുന്നില്ല. 6 മണിക്ക് രാവിലെ തന്നെ നമ്മൾ അദ്ദേഹത്തിന്റെ പ്രതികരണം തേടുകയും അദ്ദേഹം സ്വന്തം ഇഷ്ടപ്രകാരം, അതായത് 3 കുടുംബങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം താൻ തെരച്ചിലിനെത്തി. അത് മാത്രമല്ല, താൻ ഇവിടെ 10 ദിവസം ഉണ്ടാകും എന്ന് പറഞ്ഞാണ് അദ്ദേഹം തെരച്ചിലിനിറങ്ങിയത്. ഒരുപക്ഷെ ഒരു ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തെ തടയുന്ന പോലുള്ള കാര്യങ്ങളും നടന്നിരുന്നു. പക്ഷേ പിന്നീട് SP പെർമിഷൻ കൊടുക്കുകയും അയാൾ സ്വന്തം നിലയിൽ ഇന്ന് നേവിയോ SDRF NDRF അത്തരത്തിലുള്ള ഒരു സംഘങ്ങളും ഇന്നില്ല. ഇന്ന് ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള ഒരു തെരച്ചിൽ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ ഈ മാൽപേ സ്വന്തമായി അദ്ദേഹത്തിന്റെ സംഘവും ഇത്തരത്തിൽ തെരച്ചിൽ നടത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതിനിടയിൽ തന്നെയാണ് ഈ അർജുന്റെ വാഹനത്തിന്റെ ഒരു തടിക്കഷ്ണം ലഭിക്കുന്ന ഉണ്ടായത്. അതും ഇതേ സ്ഥലത്ത് നിന്നാണ് കിട്ടിയത്. അവിടെ 250ഓളം ഇത്തരത്തിൽ തടിക്കഷ്ണങ്ങൾ ഉണ്ടെന്നാണ് മാൽപേ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ആ തടിക്കഷ്ണങ്ങളെല്ലാം പുറത്തേക്കെടുക്കാൻ ഇപ്പോൾ തയ്യാറാകുന്നില്ല. അതിന് പകരം ഈ ലോറി ഇപ്പോൾ പുറത്തേക്കെടുക്കുക. എന്തായാലും ഇന്ന് നമുക്ക് ഒരു ദൃശ്യങ്ങളിലേക്ക്, വളരെ പ്രധാനപ്പെട്ട ഒരു ദൃശ്യം, ആ ക്രെയിൻ നമ്മുടെ ഈ ഭാഗത്തേക്ക് വരുന്നു എന്നാണ്. ഒരു പക്ഷേ ആ ലോറി അല്പസമയത്തിനകം തന്നെ എടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇതാ ഒരു ക്രെയിൻ നമ്മുടെ ഈ ഭാഗത്തേക്ക് വരുന്നുണ്ട്, സംവിധാനങ്ങളെല്ലാം വരുന്നുണ്ട്. എന്തായാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ലോറി എത്രയും പെട്ടെന്ന് പുറത്തേക്കെടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് ഇവിടെ നടക്കുന്നു എന്ന് വേണം പറയാൻ. ക്രെയിൻ സംവിധാനം ഇവിടെ എത്തിക്കഴിഞ്ഞു. സതീഷ് MLA-യും വ്യക്തമാക്കിയത് അതാണ്. ഏത് രീതിയിലാണ്, ഏത് സംവിധാനത്തിലാണ് ഈ ലോറി പുറത്തേക്ക് എടുക്കുന്ന കാര്യത്തിൽ തീരുമാനം ഇപ്പോൾ പറയാൻ പറ്റില്ല എന്നാണ്. എന്തായാലും SP ഉൾപ്പെടെയുള്ള മുഴുവൻ സംവിധാനവും എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. കലക്ടറും എത്തിയിട്ടുണ്ട്. ഏതായാലും ഗംഗാവലിപ്പുഴയിൽ വളരെ നിർണായകമായ മണിക്കൂറുകളിലാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. എന്തായാലും